Não é novidade que eu tenho muito gado. Não é minha culpa se eu pegar seu namorado. Hello guys, welcome back to my new video guys. We are here in Stratford City right now. ഇതാണ് നമ്മുടെ സ്ട്രാറ്റ്ഫോർഡ് സിറ്റി. ഞങ്ങളത് ഇവിടെ വന്ന് സ്ട്രാറ്റ്ഫോർഡിൽ വന്നിട്ട് നമ്മൾ ട്രെയിൻ ഇറങ്ങി. വീട് തൊട്ടുള്ളത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എനിവേ ഇത് എൻ്റെ കൂടെ സമ്മിക്കുണ്ട്, റാഫിയുണ്ട്, ആകാശുണ്ട്, കിരണുണ്ട്, ഞാനും ഉണ്ട്. ഇനി ഞങ്ങളെല്ലാവരും കൂടി വെസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ സ്ട്രാറ്റ്ഫോർഡിലുള്ള ഏറ്റവും വലിയൊരു മോളിലേക്ക് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ തട്ടിപ്പറിച്ചോണ്ട് പോകുന്ന ഞങ്ങൾക്കൊരു പേടിയുണ്ട്. സ്പെഷ്യൽ വ്ലോഗ് നിങ്ങൾക്ക് സർപ്രൈസ് ആണ്. നമ്മൾ പുതിയൊരു മാക്ബുക്ക് എയർ മേടിക്കാൻ പോവുകയാണ് ഗൈസ് ഫോർ റാഫി. റാഫിന്റെ പൈസ എത്തിയിട്ടില്ല, എത്തി 2 ആഴ്ചക്ക് ശേഷം എത്തി. റാഫി നാട്ടിൽ നിന്ന് SBI ന്ന് പൈസ അയക്കാൻ വേണ്ടി കൊടുത്തിട്ട് മാനേജർ അതെ മാനേജർ അത് പ്രൊസീഡ് ചെയ്തില്ല. അതുകൊണ്ട് ഇവന്റെ പപ്പയ്ക്ക് ഭയങ്കര ഹോൾഡാണ്. മാനേജർ ഇപ്പം വീട്ടിലിരിക്കുകയാണ്. ഇവന്റെ അപ്പൻ ഓംബുഡ്സ്മാന് കൊണ്ട് പരാതി കൊടുത്ത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് 1 മാസത്തേക്ക്. അതുകൊണ്ട് പിന്നെ ഇതുവരെ ചെയ്ത എല്ലാ ട്രാൻസാക്ഷനും എല്ലാ പരിപാടിയും ഒന്നോടെ ചെക്ക് ചെയ്യാനുള്ള ഓർഡർ കിട്ടും. അപ്പം നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല റാഫി ഇസ് ഡേഞ്ചറസ്. അതെ, അഭിഷേക് ഭായി പറയുന്ന പോലെ റാഫി ഇസ് ഡേഞ്ചറസ് ഗൈസ്. അങ്ങനെ നമ്മളത് ഇത് ഈ കാണുന്ന വെസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്ന മോളിലേക്ക് ഇതാണ് നമ്മുടെ സ്ട്രാറ്റ്ഫോർഡ് സ്റ്റേഷൻ. എന്തൊരു സ്റ്റേഷൻ എന്ന് എനിക്ക് തണുപ്പ് കാരണേ ശ്വാസം കിട്ടുന്നില്ല അല്ലേ, ഭയങ്കരമായിട്ട് കരച്ചു. അവന് കോട്ടുണ്ടായിട്ടും അവൻ എടുക്കാത്ത കേട്ടോ. പിന്നെ നമ്മളിന്ന് സൂപ്പർ ഡ്രൈ കയറി നല്ലൊരു കോട്ട് നമുക്ക് മേടിക്കും. അത് ലാവിഷായി പോയി. നമുക്ക് ഇതുവരെ പാർട്ട് ടൈം ഒന്നും കിട്ടിയിട്ടില്ല. ചിലപ്പോ ഒരു സാധനം എന്തെങ്കിലും ഒരു സാധനം കൂടി സർപ്രൈസ്, എന്തെങ്കിലും ഒരു സാധനം കൂടി ഞാൻ മേടിക്കാൻ നോക്കുന്നുണ്ട്. ചിലപ്പോ ഞാൻ എടുക്കും, ചിലപ്പം അറിയില്ല. ഇവിടെ H&M ഉണ്ട്, അങ്ങനെ അടിപൊളി. അതെ, ഗ്ലെൻഫിഡിച്ച് അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, നമുക്ക് കാണാം. ഇനി ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ അഡിഡാസ് ഇവിടെയുണ്ട്, പിന്നെ അതേപോലെ സൂപ്പർ ഡ്രൈ, അതേപോലെ വിക്ടോറിയ സീക്രട്ട്, അങ്ങനെയുള്ള എല്ലാ കടകളും നമ്മളിവിടെ ഉണ്ട്. നമ്മളിന്ന് സൂപ്പർ ഡ്രൈ കയറി 1-2 പർച്ചേസിംഗ് ഒക്കെ നടത്തണം എന്നൊക്കെ വിചാരിച്ചാണ് ഞങ്ങൾ വന്നേക്കുന്നത്. യെസ്, അങ്ങനെ നമ്മുടെ ആപ്പിളിലെ സ്റ്റോറിൽ പോയി നമുക്കിന്ന് iPhone 16 എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങളത് ഇവിടെ മോളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിവിടെ UK വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് നാടും UK തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായത്. നാട്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ UK ഭയങ്കര ഭംഗിയാണ്, അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അതെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. നമ്മൾ നാട്ടിൽ കിടക്കുമ്പോൾ നമ്മൾ വണ്ടി വിൽക്കും, വീട് വിൽക്കും, സ്ഥലം വിൽക്കും, കിട്ടുന്ന പൈസക്ക് ലോൺ എടുക്കും, എല്ലാം ചെയ്ത് നമ്മളിങ്ങ് പോരും. അതെ, അങ്ങനെ പറയലടാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജോലിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും, സീനാണ്. അതുകൊണ്ട് അപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്ന് നമ്മളിങ്ങനെ പെട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലണ്ടനിലേക്കാണ് നമ്മൾ പഠിക്കാൻ വരുന്നെങ്കിൽ നമുക്ക് വീട് പോലും വരി കിട്ടത്തില്ല. ഒരു 3 ഷെയറിംഗ് ഒക്കെ ഉള്ള, അതെ 3 ഷെയറിംഗ് ഒക്കെ ഉള്ള റൂം കിട്ടണമെങ്കിൽ ഏകദേശം, പക്ഷെ കിട്ടണം. അത് കിട്ടാനില്ല, അതാണ് വേറൊരു സത്യം. ഇവിടെ വേണ്ട. അതെ, പിന്നെ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകണം നമുക്കുണ്ട്. പക്ഷെ ഇത്രയും ലക്ഷങ്ങൾ നമ്മൾ കടം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് പെട്ടെന്ന് നമ്മൾ തിരിച്ചു വന്ന് മാതാപിതാക്കൾക്ക് ഒരു ബാധ്യതയാവണ്ടല്ലോ. ഇതേ നമ്മുടെ ആപ്പിളിലെ സ്റ്റോർ അവിടെ ഉണ്ട്. വി ആർ മൂവിങ് നിയർ ദ സ്റ്റോർ. ഇത് നമ്മുടെ സാംസങ്ങിന്റെ ഒരു സ്റ്റോർ ആണ്, സ്ട്രാറ്റ്ഫോർഡിലെ സ്റ്റോറാണിത്. ഇത് ഫുഡ് ഏരിയ ആണ്. സാറയുണ്ട്, ഹോളിസ്റ്റർ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കടകളും. പിന്നെ 16 Pro ഇറങ്ങിയതിന്റെ തിരക്കാട്ടോ ഈ കാണുന്നത്. ആൾക്കാർ അത് വന്ന് നോക്കാനും ഒക്കെ ഇല്ല, തിരക്ക് കുറവാ. തൊട്ടപ്പുറത്തൊരു ലെമണേഡ് കിട്ടും. എടാ, നമുക്ക് ലെമണേഡ് ഒന്ന് അടിക്കണ്ടേ? അതെ, നമ്മുടെ ലൈൻ സോഡ, നാരങ്ങ വെള്ളം കുടിക്കുന്ന സെയിം. അതെ, നല്ലോണം ദാഹിക്കും, നമ്മളത് കുടിച്ചോ, സെറ്റാണ്. അതെ, പക്ഷെ അടിപൊളിയാട്ടോ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അത് നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ മാറ്റി നിർത്തിയ UK സെറ്റാ. ഇനി നമുക്ക് ആകെയുള്ള പ്രശ്നം നമ്മൾ വീട്ടിൽ കയറുമ്പോൾ നെഗറ്റീവ് അടിക്കില്ല റാഫി? ഭയങ്കര നെഗറ്റീവാണ്. അതെ, തിന്നാൻ ഉണ്ടാക്കുന്നതാണ് മെയിൻ പ്രശ്നം. വീട്ടിലാണെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കി വെച്ച ഭക്ഷണമെങ്കിലും കഴിച്ചെങ്കിലും നടക്കാം.
ഗൈസ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ മാക്ബുക്കും അങ്ങനെ എയർപോർട്ട്സും എല്ലാം റാഫിൻ്റെ കയ്യിൽ സ്വന്തം. റാഫി ഹാപ്പി? യെസ് ഗൈസ് അങ്ങനെ ആദ്യമായി റാഫി ഇതേ മാക്ബുക്ക് മേടിച്ചു. ഇനി എയർപോർട്ട്സ് ഉണ്ട്, ഇതേ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. യെസ് റാഫി സിയർ, സമ്മയ്ക്ക് സിയർ, ആകാശ സിയർ, കിരടി സിയർ. ഇനി ഇത് കഴിഞ്ഞ് ഇവൻ്റെ വക ഫുഡിൻ്റെ ചിലവുണ്ട്. ട്രീറ്റ് ഫ്രം ലെമണേഡ് എല്ലാവർക്കും 5 ലൈം സോഡ. ഓക്കെ, അത് മേടിച്ചോ. ലൈം മേടിച്ചു തരണം. ഓക്കെ സെറ്റ്. അതും ഒരു ലൈമിന് ഏകദേശം 300-400 രൂപ നാട്ടിലെ വിലയുണ്ട്. അതിന് വേറെ കാര്യം. പിന്നെ ഫണ്ട് ഇഷ്ടംപോലെ ഇവൻ്റെ ഉണ്ട്. പിന്നെ ഇന്ന് ഫണ്ട് വന്നു കഴിഞ്ഞിട്ട് പറയാം. റാഫി ഹാസ് ബോട്ട് മാക്ബുക്ക് പ്രോ. യെസ് ബാ റാഫി വാ. ഓ സോറി റാഫി ഇത് മാക്ബുക്ക് പ്രോ മേടിച്ച്, മാക്ബുക്ക് പ്രോ പിന്നെ എയർപോർട്ട്സ് എല്ലാം മേടിച്ചു. വാ ലൈം ഓടിക്കാം വാ. യെസ് ഗൈസ്, അയ്യോ ഗൈസ് അങ്ങനെ ഫൈനലി ഇത് റാഫി മാക്ബുക്ക് പ്രോ എയർപോർട്ട്സ് പ്രോ. പക്ഷെ ഇവൻ പേയ്മെന്റ് ചെയ്ത് പക്ഷേ പൈസ പോയിട്ടില്ല. സാധനം കിട്ടുക. ഇനിയിപ്പം നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ ലൈം കട. നമ്മളിവിടെ വന്ന് ലൈം ഓടിക്കുന്നത്. എല്ലാവർക്കും ഓരോ ഗ്ലാസ് ലൈം മേടിച്ചു. യെസ്, ഒരു ലൈമിന് 3.60 £3.60. യെസ്, അങ്ങനെ ഞങ്ങളത് ഇവിടുന്ന് ലൈം ഓടിക്കാൻ പോകുന്നു ഗൈസ്. നോർമൽ ഒറിജിനൽ ലെമണേഡ്. ഞങ്ങളത് ഇവിടെ വന്ന് ലെമണേഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് നമ്മുടെ നാട്ടിലെ ലൈവ് ഓടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ദാഹിച്ചിരിക്കുമ്പോൾ റാഫി എല്ലാവർക്കും ഞങ്ങൾക്ക് സാധനം പിടിച്ചെന്ന് റാഫിൻ്റെ കാർഡാണിത്. പക്ഷെ ഇതിനകത്ത് പേയ്മെന്റ് ചെയ്തിട്ട് ഇതുവരെ പൈസ പോയിട്ടില്ല. അതാണ് വേറെ സത്യം. പക്ഷെ സാധനം കിട്ടി. അത് അപ്ഡേറ്റ് ആവുന്നുണ്ടാവുള്ളൂ ഗൈസ്. അപ്പം ഇന്ന് സാധനം മേടിച്ചു. ഇനി സാധനം വീട്ടിൽ കൊണ്ട് അൺബോക്സിംഗ് ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾക്കത് 5 ലെമണേഡ് നമുക്ക് കിട്ടി. നമുക്ക് നല്ലായിരുന്നു. നീ ലാർജ് എന്നല്ലേ പറഞ്ഞേ? 4 പൗണ്ടിന്റെ ആയിരുന്നു മേടിച്ചത്. എന്താ വെച്ചാൽ ഒന്നിന് 400 രൂപ. നാട്ടിലൊരു 450 രൂപ. 2100 2300 രൂപ. 21. ഓക്കെ അങ്ങനെ റാഫി, എന്താ നിനക്ക് ഇന്നത്തെ ആപ്പിൾ മാക്ബുക്ക് മേടിച്ചതിനെ പറ്റി എന്താണ് പറയുന്നത്? തുറന്നു നോക്കിയിട്ട് പറയാം ഗൈസ്. പിന്നെയും കാണിക്കുവാണ്. ഇച്ചിരി കൂടെ വലിയ ആപ്പിൾ വേണ്ടായിരുന്നു. ഇവൻ കാത്തിരിക്കുവായിരുന്നു. പക്ഷെ ഇവന്റെ ബാങ്ക് മാനേജർ പൈസ അയച്ചു കൊടുക്കാത്തതുകൊണ്ട് പാവം അവസാനം ബാങ്ക് മാനേജർ ഇപ്പോൾ ഒരു മാസം വീട്ടിലിരിക്കേണ്ടി വന്നു. ഒരു കഷ്ടമല്ലേ? പുള്ളിക്ക് നല്ല ചെയ്ത് കൂടായിരുന്നു. അല്ലെങ്കിൽ SBI എന്ത് തോൽവിയാണ്. അതിനൊക്കെ ഫെഡറൽ ബാങ്ക്. ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വന്നത്. എക്സ്പീരിയൻസ് SBI ബാങ്കാണ്. എടാ അങ്ങനെ പറയരുത്. ഞാൻ പറയുന്നത് കാരണം എനിക്ക് ഞാൻ ഫേസ് ചെയ്യുന്നത്. യെസ് ഗൈസ്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇവിടെ വന്നത്. ഒരു ദിവസം കൊണ്ട് എന്റെ ലോൺ എടുത്ത എമൗണ്ട് ഇന്ന് രാവിലെ പപ്പ എഴുതി കൊടുത്ത് അയക്കണമെന്ന്. ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് സാധനം ഇവിടെ എത്തി. എന്റെ 1.5 ആഴ്ചയായിട്ട് പേയിങ് സ്ലിപ്പിൽ അയക്കേണ്ട പോലും വന്നിട്ടില്ലായിരുന്നു. അതാണ് വേറെ സത്യം. അതാണ് SBI. പക്ഷേ എന്റേന്ന് പറഞ്ഞ സീനിലായിരുന്നു. എന്റെ ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനന്തവാടി ഫെഡറൽ ബാങ്കിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, മാനന്തവാടി ബ്രാഞ്ച്. ആ ബ്രാഞ്ചിൽ ഒരു ആൽവിൻ എന്ന് പറഞ്ഞൊരു അസിസ്റ്റന്റ് മാനേജറും റൂബി എന്ന് പറഞ്ഞൊരു മാനേജറും ഉണ്ട്. അവർ പക്ക പ്രൊഫഷണൽ വർക്കേഴ്സാണ്. അവിടെയുള്ള എല്ലാ സ്റ്റാഫും. ഇവരുടെ 2 പേര് ഞാൻ പേരെടുത്ത് പറഞ്ഞ് വേറുന്നില്ല. പിന്നെ അവിടെയുള്ള ഒരു പ്രമോദ് സാറ്, പിന്നെ അവിടെയുള്ള എല്ലാ സ്റ്റാഫും സൂപ്പറാണ്. കാരണം എനിക്കൊരു ലോണ് എടുത്തിട്ട് അത് ഓസ്ട്രേലിയക്കായിരുന്നു. അത് എനിക്ക് ഓസ്ട്രേലിയ കിട്ടാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് UK എനിക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. UK ലോൺ അവർ 2 ദിവസം കൊണ്ട് എനിക്ക് പ്രോസസ് ചെയ്ത് തന്നു. പഴയ ഓസ്ട്രേലിയ ലോൺ ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത് പുതിയ ലോൺ അവർ എനിക്ക് UK പെട്ടെന്ന് തന്നെ പ്രോസസ് ചെയ്തു. അതാണ് ഫെഡറൽ ബാങ്ക്. എൻ്റെ SBIയുടെ ലോണിന് വേണ്ടി അവർക്ക് കൊളാട്രൽ വെക്കേണ്ടി വരും. മുന്നാധാരം, അതിൻ്റെ അപ്പുറത്തെ ആധാരം, ഇപ്പുറത്തെ വീട്ടാധാരം, നാട്ടുകാരുടെ മൊത്തം ആധാരം എന്നോട് ചോദിച്ചു. അതുപോലെ സ്ഥിതിയായിരുന്നു. 1.5 മാസമല്ല 2 മാസമായിട്ട് എനിക്ക് ലോൺ കിട്ടിയത്. അതെ, അതുകൊണ്ട് ആരും SBI എടുക്കരുത്. എല്ലാവരും ഫെഡറൽ ബാങ്കിൽ പൊക്കോളുക. കാനറ ബാങ്ക് നമുക്ക് ആകെ 10% ഇൻട്രസ്റ്റ് ഉള്ളൂ. എനിക്ക് SBI ആയിട്ട് 10.65% എന്റെ ഇൻട്രസ്റ്റ്. അത് ഞാൻ ഇവിടുത്തെ അവസ്ഥ. ഒരു 10.75. അതൊക്കെ പിന്നെയും കുഴപ്പമില്ല. എല്ലാ ബാങ്കുകാരും കൊടുക്കുന്ന വലിയ പ്രശ്നമുള്ള കേസല്ല. SBIക്ക് ഇത് തോൽവി അറിയത്. എന്തിനാ ഈ SBI ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നല്ലേ? തോൽവി. ആരും SBIന്റെ ട്രാവൽ കാർഡൊന്നും എടുത്ത് ഇങ്ങോട്ട് വന്നേക്കരുത്. ദുരന്തം എന്നൊക്കെ പറഞ്ഞാൽ ദുരന്തമാണ്. ഇല്ലടാ, നിനക്ക് ഇവനുണ്ട് ട്രാവൽ കാർഡ്. ഒന്ന് പറഞ്ഞു അതിനെ പറ്റി. SBIയുടെ ട്രാവൽ കാർഡിന്റെ അകത്ത് നിന്ന് നമുക്ക് ട്രാവലിങ്ങിന് കാശ് എടുക്കാനാണ് എന്തിനാണല്ലോ എല്ലാം ടാക്സ് നല്ലപോലെ ചാർജ് ചെയ്യുന്നത്. അതെ, ഓരോ ട്രാൻസാക്ഷനും ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട്. എന്തിന്റെ ആവശ്യം? ഒരാവശ്യമില്ല. ഇത് നമ്മുടെ കിരൺ ഇപ്പം ലോണൊന്നും ഇല്ലാതെ FD ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. ഓൺ ഫണ്ട് എടുത്തിട്ടാണ് വന്നേക്കുന്നത്. വലിയ പുള്ളിയാ, വേദനിക്കുന്ന ഒരു കോടീശ്വരൻ്റെ. പക്ഷെ എന്നാലും ഇവനൊക്കെ ഒരു ദിവസം കൊണ്ടാണ് ഇവന് ഫണ്ട് ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ എത്തിയത്. വലിയ കാര്യം.
ആപ്പിൾക്കാരൻ്റെ എല്ലാം മെയിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ റാഫി അങ്ങനെ ആപ്പിൾ എൻവയൺമെന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആപ്പിൾ ഫോൺ ബില്ലൊക്കെ പയ്യെ നമ്മളും ക്രിയേറ്റ് ചെയ്യും. നമ്മളെല്ലാവരും ക്രിയേറ്റ് ചെയ്യും. അതെ, പാർട്ട് ടൈം കിട്ടി നമ്മൾ സെറ്റ് ആയിരിക്കും. പാർട്ട് ടൈം കിട്ടിയില്ലെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതെ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ വഴിയില്ലാത്തോണ്ടാ, വേറെ പൈസയൊന്നുമില്ല ഇവിടെ ജീവിക്കാൻ. നാട്ടിൽ നിന്ന് പൈസ വെച്ച് മടുത്തു. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആകാശിനെ പറ്റി എന്താ പറയാനുള്ളത്? ആകാശ് ഹാപ്പിയാണ് ഗൈസ്. അങ്ങനെ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ ഡ്രൈവിലേക്ക്. സൂപ്പർ ഡ്രൈവ് പോയി നമ്മൾ അവിടെ നിന്നൊരു കോട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതൊന്നും തണുപ്പൊന്നും ഇവിടെ വ്ളോഗിങ് ഭയങ്കര വലിയ കാര്യം കേട്ടോ. അതേപോലെയാ. പക്ഷെ ഫോൺ ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുമ്പോഴത്തേക്കും ഭയങ്കര കാര്യമാണ്. ഫോറിനേഴ്സ് വരെ നമ്മൾ നോക്കി തുടങ്ങി. അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റിയായിരുന്നു. സുഖമായിട്ട് സിറ്റിസൺഷിപ്പ് കിട്ടിയത്. ഓക്കെ, സൂപ്പർ ഡ്രൈവ് ഞങ്ങൾ തപ്പിക്കൊണ്ട് കിടക്കും. പക്ഷേ ഇവിടെ കാണുന്നില്ല. ഇത് റാഫി പാവത നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ ഡ്രൈവ് അപ്പുറത്തുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. വിൽ സി. നാട്ടിലെ ലൈമൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് സുഖേൻ്റെ കടയുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സുഖേൻ്റെ കടയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ മോനെ. അതെ നാട്ടിലെ ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇത് നമ്മുടെ എല്ലാ ഫോണിൻ്റെയൊക്കെ സിമ്മിൻ്റെയൊക്കെ സ്റ്റോർ ചെയ്താട്ടോ. O2, പിന്നെ വോഡഫോൺ അപ്പുറത്തുണ്ട്, 3 ഇവിടെയുണ്ട്, എല്ലാം ഉണ്ട്. സൂപ്പറാണ്. 3 ഒന്നും ആരും എടുക്കരുതെന്നാണ് ഞങ്ങൾ അറിഞ്ഞേക്കുന്നത്. 3-ക്കൊന്നും ഇവിടെ എവിടെയും റേഞ്ച് ഇല്ല. പക്ഷേ അപ്പുറത്താണല്ലേ, എന്നാ അങ്ങോട്ട് നടക്കാം എന്ന് പറയാം ഗൈസ്. വീടും പണയം വെച്ച്, സ്ഥലവും പണയം വെച്ച്, വണ്ടിയും വിറ്റ്, ഉള്ള മാലയും വിറ്റ്, എല്ലാം വിറ്റ് ഞാൻ കയറി വന്നവനാണ്. എനിക്കിനി ഇവിടെ പാർട്ടായി കിട്ടുന്നില്ല ഗൈസ്. നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് ജസ്റ്റ് സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ. സോ ദാറ്റ് ഞങ്ങൾ രക്ഷപ്പെട്ടാൽ വിൽ ബി ഫൈൻ. ഇല്ലെങ്കിൽ ഞങ്ങളിവിടെ കറങ്ങി കിടക്കും. യോ ഗൈസ്, അങ്ങനെ ഞാൻ ഫോൺ മാറ്റി. ഇത് നമ്മളിത് മക്ഡൊണാൾഡ്സിന് മുമ്പിലാണ്. ഇവിടുത്തെ ഏറ്റവും ചീപ്പ് ഫുഡ് മക്ഡൊണാൾഡ്സ് ആണ് അല്ലേ? ഇവിടുത്തെ ഏറ്റവും ചീപ്പ് ഫുഡ് മക്ഡൊണാൾഡ്സ് ആണ്. നമ്മൾ നാട്ടിലേക്ക് നമ്മൾ വിചാരിക്കും മക്ഡൊണാൾഡ്സ് കഴിച്ചാൽ ഭയങ്കര സെറ്റപ്പാണ്. പക്ഷേ സായിപ്പന്മാരുടെ ചീപ്പ് ഫുഡ് മക്ഡൊണാൾഡ്സ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇതാ പോപ്പേസ്. യെസ്, പോപ്പേസ്. ഇത് നമ്മുടെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ് പോപ്പേസ്. അടിപൊളിയാണ്. KFC പോലത്തെ ഒരു ചിക്കൻ ലൈക്ക് അങ്ങനത്തെ ഒരു ഷോപ്പാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. നല്ല ഫുഡാണ് കേട്ടോ പോപ്പേസിൽ. ഞങ്ങൾ കഴിച്ചിട്ടില്ല, പക്ഷെ കഴിച്ചവർ പറഞ്ഞത് പ്രകാരം നല്ല ഫുഡാണ് കേട്ടോ. യോ ഗൈസ്, അങ്ങനെ റാഫി ഫൈനലി എയർപോർട്സ് ആൻഡ് മാക്ബുക്ക് എയർ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അൺബോക്സിംഗ് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. റാഫി വലിച്ചു പൊട്ടിക്ക. റാഫി Yo guys, അങ്ങനെ finally Rafi has bought unboxed AirPods Pro. Yes. വലിച്ച് തുറക്കാൻ കൂട്ട്. ഗൈസ്, റാഫി ഇത് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചുറ്റും നിന്ന് പറയുന്ന ഒന്നും അവൻ കേൾക്കൂല. യെസ്, വിളി, തന്തയ്ക്ക് വിളി. ശരിക്കും പറയാം, ഒന്നും കേൾക്കത്തില്ല. എടാ റാഫി, ഇതിന്റെ അടിയിൽ പിടിച്ചാ ഇതാ സംസാരിക്കാവുന്ന മൈക്ക്. ഇവിടെ സ്റ്റിക്ക് ഉണ്ട്, ഇത് കണ്ടോ? ഇത് നമുക്ക് ഇനി ചെയ്യാം. ഇത് ഇനി അൺബോക്സ് ചെയ്യാം. യെസ് ഗൈസ്. ഇതിന്റെ കേബിളിന് വ്യത്യാസം വന്നിട്ടുണ്ട് ഗൈസ്. ഇതിന്റെ നൈസ്. ഇതാ മറ്റേ ഒരു ത്രെഡ് അല്ലേ? യെസ്, ബഡ്സ് ഉണ്ട്. എനിക്കിത് വേണം, മണ്ണ് വേണം. ശരി, നീ ഇത് തുറക്കിനി. വലിച്ചു പടി. കൈവിട്ട് വലിച്ചങ്ങോട്ട് തുറക്കണം. അങ്ങോട്ട് തുറക്കണം. എന്നിട്ട് കമത്തി അങ്ങോട്ട് വെക്ക്. അങ്ങനെ ഫൈനലി അത് പൊക്ക്. സീൻ.
ഇവിടെ 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 അവിടെയാണ്. ഓക്കേ. ഓ സോറി ഗൈസ്. അയ്യോ ഓ അഡാപ്റ്ററൊക്കെ നോക്കിയേ. ഓ UK പിന്നെ കേട്ടോ അവനെ കിട്ടിയേക്കുന്നത്. ഇത് നമ്മള് പേടിയാന്ന് ഇത് ഉപയോഗിക്കാൻ. നൈസ്. ചാർജ് ഇല്ലെന്ന്. സോറി ഗൈസ്. ചാർജ് ഹായ് ഗൈസ്. അപ്പം നേരത്തെ അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞു. ഇനിയിപ്പം ഞങ്ങള് വീട്ടിൽ നിന്ന് എല്ലാവരും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇത് ഇറങ്ങി. എന്നിട്ട് ഞങ്ങളിവിടെ ലസാനി ബിരിയാണി എന്ന് പറയുന്ന ഇവിടെ നമ്മുടെ ഇൽഫോർഡിൽ ഒരു കടയുണ്ട്. ആ കടയിൽ ഞങ്ങൾ വന്നേക്കുവാണ് നൈറ്റത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി. ഞങ്ങളുടെ ഡിന്നറാണ് അച്ചാരി ചിക്കൻ റൊട്ടി. പിന്നെ ഞാനിപ്പോൾ ഒരു ലാം ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇത് ഞങ്ങൾ കഴിക്കട്ടെ. എന്നിട്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം ബൈ 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 പറടാ. ബൈ ബൈ ബൈ. അപ്പുറത്ത് അതെ, സമ്മിക്കും ആകാശും വേറെ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയേക്കണം. ഞങ്ങളിന്ന് പുറത്തിറങ്ങി. അപ്പം ബൈ.